അവർ മൃഗങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരായിരിക്കാം, അവർ പ്രകൃതിക്ക് വേണ്ടി ഒരു റോഡിൽ തടസ്സമായി നിൽക്കുന്ന ഒരു മരം മുറിച്ചവരെ അവർ കൊണ്ടുവന്ന് കൊടിവെച്ച് സമരം ചെയ്യും. അള്ളാഹിൻ്റെ അടുത്ത് കൂടിയിട്ടാണ് നല്ലത്. ഞങ്ങൾ മരസ്നേഹികളാണ്, പ്രകൃതി സ്നേഹികളാണെന്ന് പറയാം. പക്ഷെ പ്രകൃതിയെക്കാളും വലുത് മനുഷ്യനാണ് എന്ന ഒരു തിരിച്ചറിവ് മുസ്ലിമീങ്ങൾക്കുണ്ട്. എങ്ങനെയെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, എവരിതിങ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് യു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പഠിച്ചത്. അപ്പൊ മനുഷ്യനാണ് അവിടുത്തെ പ്രൈം, മനുഷ്യനാണ്. ഇത് ഖുർആൻ എന്ന ദൈവികമായ ഒരു സിദ്ധാന്തത്തെ ആശ്രയിക്കാത്ത ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മളുണ്ട്, ഇവിടെ ജീവികളുണ്ടല്ലോ നമ്മളെ മുമ്പ്, അപ്പൊ അവർക്ക് നമുക്ക് ഒരുപോലെയല്ലേ? പട്ടികൾ ഇങ്ങനെ കടിച്ചാൽ എന്താ, കടിച്ചോട്ടെ, അവർക്കും വേണ്ടി ജീവിക്കുന്നത് അല്ല. മനുഷ്യനെ കടിക്കുന്നുണ്ടോ അവരെ കൊല്ലണം. മനുഷ്യന് ഹാനികരമായത് കൊല്ലാൻ തന്നെ പഠിച്ചത്. അത് ഈ ലോകത്തിന്റെ ത്രില്ല് അങ്ങനെയാണ്. ഇവിടെ വിഷജീവികളില്ലെങ്കിൽ ലോകത്ത് വല്ല രസമുണ്ടോ? മനുഷ്യന് പേടിയില്ല, എല്ലാം ഒരുപോലെയാണ്. കുഴിയും കൊണ്ടൊന്നും ഇല്ലാത്തൊരു നാടാണ്. ഒരു രസം ഉണ്ടാവില്ല, ബോറടിക്കും. ഈ റോളർ കോസ്റ്ററിലൊക്കെ കുട്ടികളൊന്നും പോകണില്ലേ, എന്താ ഇതിന്റെ രസം? ആ വീഴോ എന്ന് തോന്നാണ്, വീഴൂല. മറിയോ എന്ന് തോന്നാണ്, മറിയണില്ല. ഭയങ്കര സ്പീഡ് പോവുകയാണ്. ഈ ഡേഞ്ചറിലിടത്തെ ത്രില്ല് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ പാമ്പും തിളക്കുള്ള ഒരു ലോകത്ത് ജീവിക്കാനേ രസം ഉണ്ടാവുള്ളൂ. എല്ലാം വേണം. സിംഹം വരുമോ, കടുവ ഇറങ്ങോ, ആ പേടിയിൽ കരുതലോടെ ജീവിക്കുമ്പോൾ അപ്പോഴൊരു ഉണർവ് കിട്ടാണ്ട്. അല്ലാതെ ഇവിടെ ഒന്നുമില്ല, ഒക്കെ പച്ചപ്പാവങ്ങളാണ് ലോകത്ത് മുഴുവൻ. മനുഷ്യന്മാർക്ക് ബോറടിക്കൂലേ? ആണ്. മനുഷ്യനാണ് ഇവിടെ കേന്ദ്രബിന്ദു എന്ന് ഖുർആനാണ് പറഞ്ഞിരുന്നത്. ഖലഖ ലക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഹബീബായ നബി നിങ്ങൾ പഠിപ്പിച്ചത്, കാക്കയാവട്ടെ, തേളാവട്ടെ, പാമ്പാവട്ടെ, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അതിനെ കൊന്നോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഒരു സിദ്ധാന്തം അറിയാത്തവര് പാമ്പിനെ കൊന്ന കേസെടുക്കും. എന്താ? അവർ ഭൂമിയുടെ അവകാശികളാണ്, ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട അവകാശി ആരാ? മനുഷ്യനാണ്. ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പഠിച്ചത് അല്ലാഹു തആല പറയാൻ. അതുകൊണ്ടാണ് മരം മുറിക്കേണ്ടടുത്ത് മുറിക്കണം. ദഖല റജുലുൻ അൽ ജന്നത ഫീ ഷജറ, ഒരു മരം ജനങ്ങൾക്ക് ഉപദ്രവകരമായ രീതിയിൽ വഴിയിൽ ബുദ്ധിമുട്ടാക്കിയപ്പോൾ ആ മരം മുറിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു എന്നത് സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ സ്വർഗത്തിൽ കിടക്കാൻ കാരണമായത് ആ മരം മുറിച്ച് ഒഴിവാക്കിയതാണ്. ഉപദ്രവമുള്ളത് കറണ്ടിന്റെ ലൈനിൽ പോകുന്നുണ്ട്, അടിയിലൂടെ ട്രക്ക് പോകണം, കണ്ടെയ്നർ വണ്ടികൾ പോകണം. ഈ മരത്തമ്മ ചീനി മരത്തമ്മ തട്ടിയിട്ട് തണൽ ശരി തന്നെയാണ്. പക്ഷെ അതിലപ്പുറം മനുഷ്യന് അത്യാവശ്യമായ വിഷയമാണ് ട്രാൻസ്പോർട്ടേഷൻ. യാത്രകൾ നടക്കണ്ടേ, ഒരറ്റത്ത് നിന്ന് മറ്റേറ്റത്തേക്ക് സാധനങ്ങൾ എത്തണ്ടേ? മനുഷ്യന്മാർ പെട്ടെടുക്കൂലേ? ആ വഴിയുടെ തടസ്സങ്ങൾ നീക്കുക, അവിടെ കൊണ്ടുവന്ന് കൊടി പിടിക്കുക.